ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മൾ. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഇരുന്ന് ആലോചിക്കണം, അതിൻ്റെ മാർഗങ്ങൾ കണ്ടെത്തണം, അത് നടപ്പിലാക്കണം. എന്നാൽ ചില പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമേ കണ്ടെത്താൻ പറ്റില്ല. കാരണം അത് നമ്മുടെ നിയന്ത്രണത്തിനൊക്കെ അപ്പുറമാണ്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. പക്ഷേ നമ്മളെല്ലാവരും ഒരേപോലെ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അതിന് പരിഹാരം കണ്ടെത്താം. അതുമാത്രമല്ല, പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വേറെ ലെവലാകും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷേ പ്രശ്നപരിഹാരം പലപ്പോഴും നടക്കാറില്ല. പ്രശ്നം എല്ലാവർക്കും തന്നെ ഇപ്പോൾ മനസ്സിലായി കാണും. അത് വേറൊന്നുമല്ല, മടി. ഞാൻ നിങ്ങളെ മടിയുടെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. നമ്മൾ നേരത്തെ മടി എന്നൊക്കെ പറയുമ്പോൾ ഒന്നും ചെയ്യാതെ ഒരു എനർജി ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, ഒരു മടുപ്പെല്ലാത്തിനോടും. പക്ഷെ ഇന്ന് മടിയുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പലരും രാവിലെ തൊട്ട് രാത്രി വരെ തിരക്കിലാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ട്, ഒന്നിനും സമയം തികയാറില്ല. എപ്പം നോക്കുമ്പോഴും അവർ വളരെ ആക്റ്റീവാണ്, പല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ ഇതുവരെയുള്ള നിർവചനപ്രകാരം അവർക്ക് മടിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മടി കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ നടപ്പാകില്ല. ക്വാളിറ്റിയുള്ളൊരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഈ നല്ല മടിയുള്ളപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല. ജീവിതം ഇങ്ങനെ ഒരു നിയന്ത്രണവും ഇല്ലാതെ മുന്നോട്ട് പോകും. അപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ ഒരാൾ മുഴുവൻ സമയവും പല കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അയാൾക്ക് മടിയാണെന്ന് ആരും പറയില്ല. മടി മാറ്റുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. മടി മാറ്റുന്നത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് എന്താ? നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാൻ സാധിക്കണം, ജീവിതം മീനിങ് ഫുള്ളായിട്ട് മാറണം. ഇന്നത്തെ കാലത്തെ നമ്മുടെ ചില രീതികൾ മടി പിടിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മടിയുടെ മറ്റു ചില രൂപങ്ങൾ. അപ്പോൾ മടിമാറ്റാൻ തീവ്രമായി ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. വേറെ തരത്തിൽ മടി നമ്മളെ പിടികൂടുന്നുണ്ടോ? ഞാൻ 6 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് മങ്കീസ് ചോയ്സ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കത് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ മനുഷ്യരുടെ ചോയ്സിനെ പറയുന്ന പേരാണ് മങ്കീസ് ചോയ്സ്. അതായത് ഈ കുരങ്ങനെ പിടിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. കുരങ്ങനെ പിടിക്കാനായിട്ട് കുരങ്ങൻ്റെ അത്രയും വലിപ്പമുള്ള കൂടൊന്നും വേണ്ട. ഒരു ചെറിയ കൂടോ അല്ലെങ്കിൽ ചെറിയൊരു ബോക്സോ മതി. ഇതിനൊരു മൂടി ഉണ്ടാവും. അപ്പോൾ ആ മൂടി തുറന്നിട്ട് കുരങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് മൂടി അടക്കും. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ദ്വാരമുണ്ട്. കുരങ്ങൻ്റെ കൈ അകത്തേക്ക് കടക്കാവുന്ന വലുപ്പത്തിലുള്ളൊരു ദ്വാരം. അപ്പോൾ ഈ ദ്വാരം ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. കുരങ്ങൻ വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് കൊതി വന്ന് കൈ ഉള്ളിലേക്കിട്ട് ഇത് മൊത്തം അങ്ങോട്ട് വാരി കൈക്കുള്ളിലാക്കും. എന്നിട്ട് കൈ ഇങ്ങനെ ചുരുട്ടി പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്നാ, കുരങ്ങന് കൈ പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഈ സാധനങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചാലേ കൈ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുരങ്ങൻ്റെ മുമ്പിൽ 2 ചോയ്സാണ്. ഒന്നുകിൽ ഇതെല്ലാം വാരി പിടിച്ച് അവിടെ കിടക്കാം, പക്ഷെ ജീവൻ അപകടത്തിലാകും. അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കണം, ജീവൻ രക്ഷപ്പെടുത്താം. പക്ഷെ കുരങ്ങൻ്റെ തീരുമാനം എന്താ? ജീവൻ പോയാലും വേണ്ടില്ല, ഇതൊക്കെ എൻ്റെ കയ്യിലിരിക്കട്ടെ. ഏകദേശം അങ്ങനെയുള്ളൊരു തീരുമാനമാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ ഈസി ആയിട്ടുള്ള നല്ല സുഖമുള്ള കാര്യങ്ങൾ ചെയ്ത് ഓരോ ദിവസവും ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നോക്കുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വളരെ ബിസിയാണ്. പക്ഷെ ഇത് പ്രാധാന്യമുള്ളതാണോ അല്ലയോ? ഈ ഒരു ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്താ? ജീവിതത്തിന് ക്വാളിറ്റി നൽകുന്ന പ്രാധാന്യമുള്ള കാര്യങ്ങളെല്ലാം ഈ സുഖത്തിനപ്പുറമുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ കുരങ്ങനെ പോലെ ഈ സുഖമുള്ള കാര്യങ്ങൾ മതിയെന്ന് തീരുമാനിച്ച് വളരെ ബിസി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. നല്ല തിരക്കായിരിക്കും. ആര് വിളിച്ചാലും പറയും എനിക്ക് ഭയങ്കര തിരക്കാണ്, എനിക്ക് അതിന് സമയമില്ല, പഠിക്കാൻ സമയം ഉണ്ടാവില്ല, എക്സസൈസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് തിരുത്തണം. പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തണമെങ്കിൽ പ്ലാൻ ചെയ്തേ മതിയാവൂ. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്കേ വരില്ല. കാരണം കംഫർട്ട് സോണിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രസമായതുകൊണ്ട് അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരികയും അത് ചെയ്യാൻ നമ്മൾ തീരുമാനമെടുക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾ കാര്യങ്ങൾ ഏറ്റെടുക്കും, കാര്യങ്ങൾ ചെയ്യും, പക്ഷെ പൂർത്തിയാക്കില്ല.
അതും മടിയുടെ വേറൊരു രൂപമാണ്. ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി ചെയ്ത് പോകുന്നതിന് മുമ്പ് എല്ലാം ഓക്കെ ആണോ, ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് തിരിച്ചു വെച്ചിട്ടുണ്ടോ, ജോലി മുഴുവനായിട്ട് ചെയ്ത് തീർത്തോ. പഠിക്കുമ്പോഴും അങ്ങനെയല്ലേ, പഠനം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അവിടെ നിന്നൊക്കെ വല്ലതും വായിച്ചിട്ട് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണ്ടുള്ളവർ പറയും വെറുതെ കടത്ത് കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഈ കടത്ത് കഴിക്കുന്നത് മടിയുടെ വേറൊരു ലക്ഷണമാണ്. ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നവർ അത് പൂർത്തിയാക്കും. ഇനി ഒരു തവണ കൊണ്ട് തീരാത്ത ജോലിയാണെങ്കിൽ അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇന്നത്തെ ദിവസം എത്ര തീർക്കണം അതവർ തീർക്കും, നാളത്തെ ദിവസം എത്ര തീർക്കണം അതവർ തീർത്തിരിക്കും. ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തോ. പുസ്തകം വായിക്കുമ്പോഴുണ്ട് ചിലർ അവിടെ നിന്നൊക്കെ വായിക്കും. ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവസാന ഭാഗത്തായിരിക്കും. അപ്പം നമുക്കിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു പ്രവണത ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാതെ വരും. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആക്കി വെക്കുന്നതിൻ്റെ കാരണം മടിയാണ്. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കുക. മൂന്നാമത്തെ കാര്യം, ഈ അടുക്കും ചിട്ടയില്ലാതെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറില്ലേ, അതിൻ്റെ പ്രധാന കാരണം മടിയാണ്. അതെനിക്ക് നല്ല അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാത്തിനും ഒരു സ്ഥാനമൊക്കെ ഉണ്ടാവുമല്ലോ. ആ സ്ഥാനത്ത് സാധനം വെച്ച് കഴിഞ്ഞാൽ ജീവിതം എന്ത് സിമ്പിളാണല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ വെക്കൂല. കാരണം അത് ആ സ്ഥാനത്ത് വെക്കാൻ നേരത്ത് നമുക്ക് വരുന്നൊരു ചിന്തയില്ലേ, തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. അത് മടിയാണ്. അത് ആ സമയത്ത് തന്നെ യഥാസ്ഥാനത്തേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് വീട്ടിൽ മാത്രമല്ലല്ലോ, ഓഫീസിലും മറ്റു പലയിടങ്ങളിലും ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഈ ഒരു ശീലം നിർത്തിയാൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം വരും കേട്ടോ. സാധനങ്ങൾ തിരഞ്ഞു നടക്കാൻ വേണ്ടി നമ്മൾ കുറേ സമയം ചിലവഴിക്കാറില്ലേ, അതെല്ലാം മാറിക്കിട്ടും. ഇനി നാലാമത്തെ കാര്യം, നെഗറ്റീവ് തോട്ട്സ്. അതും മടിയുടെ വേറൊരു രൂപമാണ്. ചില ആളുകൾ പറയണത് എനിക്ക് മടിയൊന്നുമില്ല, പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് എൻ്റെ ചിന്തകൾ കാട് കയറിപ്പോകുന്നു. ചിന്തകൾ കാട് കയറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നു എന്നർത്ഥം. ഇതെല്ലാം മടിയുടെ രൂപങ്ങളാണ് കേട്ടോ. നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്കണ്ഠ, ഒരു കാര്യം ചെയ്യാൻ നേരത്ത് തോറ്റുപോകുമോ എന്നുള്ള പേടി, ഇതെല്ലാം നെഗറ്റീവ് തോട്ട്സാണ്. ഇങ്ങനെ ചിന്തിച്ചാലുള്ള ഒരു ഗുണം എന്താണെന്നോ, പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പം മടി പിടിച്ച് ചെയ്യാതിരിക്കുന്ന അതേ റിസൾട്ട് തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചിന്തകൾക്ക് കടിഞ്ഞാണിടണം, ചിന്തകൾ ക്രമീകരിക്കണം. അതും മടിയില്ലെങ്കിലേ സാധിക്കൂ. നമ്മുടെ തലച്ചോറിനൊരു കുഴപ്പമുണ്ട്, ബ്രെയിൻ ഓൾവേസ് ലുക്സ് ഫോർ ഈസി തിങ്സ്. അപ്പം നെഗറ്റീവ് തോട്ട്സ് ആണ് ഈസി ആയിട്ടുള്ള കാര്യം. അവിടെ നമ്മൾ ശരിക്കും പണിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മടി നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അഞ്ചാമത്തെ കാര്യം, മടിയുടെ ഏറ്റവും ഭീകര രൂപമാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. പതിവായി കാരണങ്ങൾ കൂടാതെ കാര്യങ്ങൾ മാറ്റിവെക്കില്ലേ, അത് പിന്നെ മടിയല്ലേ. ചിലർ പറയും അത് പിന്നെ എനിക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മാറ്റിവെച്ചത്. മാറ്റിവെക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കംഫർട്ട് സോണിന് പുറമേയുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും മാറ്റിവെക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് ക്വാളിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. കാരണം എന്താ, അത് ചെയ്യാനായിട്ട് അത്ര രസം ഉണ്ടാവില്ല, അത്ര സുഖം ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്നു. മടി ഉണ്ടാക്കുന്ന അതേ റിസൾട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇത് മാറ്റുക എന്നുള്ളത് വളരെ സിമ്പിളല്ലേ. മിക്കവാറും മാറ്റിവെക്കാൻ തോന്നുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ വേണ്ട പിന്നീടാകാം. അപ്പോൾ ഡു ഇറ്റ് നൗ. ആ ഒരു ചിന്ത ശക്തമായിട്ട് മനസ്സിലേക്ക് കടന്നു വരട്ടെ. ആറാമത്തെ കാര്യം എന്താണെന്ന്, ചിലർക്ക് ശീലമുണ്ട്, നമ്മൾ പല കാര്യങ്ങളും ചെയ്യില്ല എന്നിട്ട് അതിനൊരു എക്സ്ക്യൂസ് പറയും. എക്സ്ക്യൂസ് പറയുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിർത്തണം. അത് മടിയുടെ വേറൊരു രൂപമാണ്. ആദ്യം തന്നെ മടി മാറ്റണമെങ്കിൽ എന്ത് വേണം, എനിക്ക് മടിയാണെന്ന് തിരിച്ചറിയണം. അപ്പം നമ്മൾ ചെയ്യാറുള്ളത് അത് മടിയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ എക്സ്ക്യൂസ് പറയുമ്പോൾ ഞാനത് ചെയ്തില്ലല്ലോ, കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് തന്നെയാണ് ഈ മടി എന്ന് പറയുന്നത്. അതിന് ഓരോ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മടി കൊണ്ടാണ് ഇത് ചെയ്യാതിരുന്നത്. സത്യം അതായിരിക്കും അല്ലേ. അതിന് നമ്മൾ വേറെ പല കാര്യങ്ങളും പറയും. കാരണം മടിയാണെന്ന് സമ്മതിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ കുട്ടികൾ മാത്സിന് തോറ്റു, കുറച്ചധികം കുട്ടികൾ തോറ്റു. അപ്പോൾ ഞാനൊരു ഫെയിലിയർ അനാലിസിസ് നടത്തി. തോറ്റതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അവരോട് എഴുതി തരാൻ പറഞ്ഞു. പല കാരണങ്ങളും അവർ എഴുതി തന്നു കേട്ടോ. ഒരൊറ്റ കുട്ടി പോലും ഞാൻ പഠിക്കാതിരുന്നത് കൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് സമ്മതിച്ചില്ല കേട്ടോ. നമ്മൾ അങ്ങനെയാണ്, നമ്മളത് ചെയ്തില്ല, അത് മടിയാണെന്ന് അഡ്മിറ്റ് ചെയ്യാൻ കുറച്ചൊരു വിഷമം നമുക്കുണ്ട്. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് അതാണ്, അത് തിരിച്ചറിയുക. മടി കൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത്,
ചിലപ്പോൾ എവിടെയെങ്കിലും വൈകി ചെന്നിട്ട് നമ്മൾ കുറേ എക്സ്ക്യൂസ് പറയുമല്ലോ. സത്യം പറഞ്ഞാൽ എന്താ കാരണം? രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് പറ്റിയില്ല, മടികൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ വൈകിയത്. പക്ഷെ അത് സമ്മതിക്കില്ല. അപ്പോൾ ആദ്യം വേണ്ടത് അത് സമ്മതിക്കാനുള്ളൊരു ഹൃദയവിശാലതയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. സാധാരണ മടി എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുക, ഒരു ഉത്സാഹം തോന്നുന്നില്ല, മടുപ്പ്. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വളരെ വളരെ ബിസിയാണ്. ഇവർക്കൊക്കെ മടിയാണെന്ന് പറയാൻ പറ്റില്ല. മടിയില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആ ഒരു ക്വാളിറ്റിയിൽ അത് ഉണ്ടാകുന്നുമില്ല. അതിൻ്റെ കാരണം മടിക്ക് പല പല രൂപങ്ങളുണ്ട്, ഭാവങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മാറ്റിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മടി നമ്മളെ വിട്ട് പോയിക്കോളും. അപ്പം നമുക്കെല്ലാവർക്കും ഇതിന് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മടിയെ വിട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്